Hallelujah. Yes. വസിക്കുന്നോരേ കണ്ണുകളിലേക്ക് നോക്കുന്നവരാരും ലജ്ജിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ നാളുകൾ നാം ലജ്ജിക്കപ്പെടാൻ അവൻ സമ്മതിക്കാത്തത് കൊണ്ട് ഇന്ന് രാവിലെ പ്രാഗൽഭ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ അവനാലുള്ള രക്ഷ ഏറ്റെടുത്തവരായി അപ്പന്റെ മുഖത്തേക്ക് നോക്കുന്ന മക്കളായി നമ്മുടെ കണ്ണുകളെ അവന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കാം. ഉയർച്ച. അതെ, അതിവിശുദ്ധനായ പരിശുദ്ധനായ ദൈവം, കരൂപകൾ മേൽ വസിക്കുന്നവനായ ദൈവം താഴ്മയോടെ നമ്മളെ തന്നെ യാഗമായി അർപ്പിക്കുമ്പോൾ അവൻ നമ്മുടെ യാഗത്തിൽ പ്രസാദിക്കുന്നവനായ നല്ല കർത്താവിനെ ഈ രാവിലെ സമയം സന്തോഷത്തോടെ പാടാൻ മഹത്വപ്പെടുത്തുവാൻ ഓരോ അധരങ്ങൾക്കും പരിശുദ്ധാത്മാവിന്റെ കൃപ ഇപ്പോൾ അവന്റെ അധരങ്ങളുടെ നിറയുവാനായിരുന്നു. അവൻ കൂടെ ഇരിക്കുന്നവൻ, അവൻ സൗഖ്യമാക്കുന്നവനാണ്. അവൻ നമ്മുടെ കൂടെ ഇരുന്ന് സൗഖ്യമാക്കുന്ന ദൈവം, ദേശത്തിന് സൗഖ്യം വരുത്തുന്ന ദൈവം, രോഗിക്ക് സൗഖ്യം വരുത്തുന്നവനായ ദൈവം, ആവശ്യക്കാർക്ക് സമാധാനം പകരുന്നവനായ ദൈവം. അവൻ സമാധാനദായകനാകയാ, സൗഖ്യദായകനാകയാ, അവൻ വീണ്ടെടുപ്പുകാരനാകയാ. അവന്റെ മുഖത്തേക്ക് നോക്കി ഈ പ്രഭാതത്തിൽ നന്ദി അർപ്പിക്കാൻ ആർക്കൊക്കെ കഴിയുന്നോ ഇന്ന് പകൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം ഏറ്റെടുക്കുക. എല്ലാ ദൈവമക്കളുമേ കർത്താവേ കൃപ ഇപ്പോൾ തന്നെ ചൊരിയുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ അകൃത്യങ്ങൾ പുറത്തു തരുന്ന ദൈവമേ, അകൃത്യങ്ങൾ ലംഘനം ക്ഷമിക്കുന്നവരായ കർത്താവേ, ദേശത്തിന് സൗഖ്യം വരുത്തണം. അവൻ ആവശ്യമുള്ളവരുടെ സൗഖ്യം പകരണമേ. ദേശത്തിന് സൗഖ്യം, ദൈവമക്കൾക്ക് സൗഖ്യം. ഇന്ന് പകൽ ആരാധിക്കുന്ന മാത്രയിൽ തന്നെ ദേശത്തിന് വേറെ സൗഖ്യം വ്യാപരിക്കുന്നത്. അപ്പ അങ്ങയുടെ മുഖം ഞങ്ങൾ ചേടുന്നു, അങ്ങയുടെ മുഖം ഞങ്ങൾ അന്വേഷിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ അകൃത്യങ്ങൾ പൊറുക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ആരാധനയ്ക്ക് പ്രസാദമാകുവാൻ അകൃത്യം ക്ഷമിക്കപ്പെട്ടവരായി, പാപങ്ങൾ മോചിക്കപ്പെട്ടവരായി, ലംഘനം ക്ഷമിക്കപ്പെട്ടവരായി, പാപങ്ങൾ മറയ്ക്കപ്പെട്ടവരായി, കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി ഞങ്ങളെ ആരാധിക്കണമേ. സ്വർഗം പ്രവർത്തിക്കണമേ. യെസ്, അവൻ കൂടെ ഇരിക്കുന്നവൻ, അവൻ ഉന്നതനായ ദൈവം, അവൻ നമ്മളോട് കൂടെ ഇരിക്കുന്നവനായ ദൈവം. സൗഖ്യദായകനായി കൂടെ ഇരിക്കുന്നവൻ, സമാധാനദായകൻ. ആരാധിക്കുന്നവരെ ആശ്രയിക്കുന്നവരുടെ ഈ വിധ അനുഗ്രഹങ്ങൾ ഇപ്പോൾ തന്നെ വ്യാപരിച്ചു തുടങ്ങുകയാണ്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായകൊണ്ട് തെറ്റിപ്പോകുന്നു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ബുദ്ധി തുറന്നാൽ തിരുവചന സത്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും എന്ന വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ 2 വിപത്തുകളാണ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതുപോലെ അറിയാതെ പോകുന്നതും ദൈവശക്തിയെ അനുഭവിച്ചറിയാതെ പോകുന്നതും. ഏതൊരു വിശ്വാസിയും എന്നും ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ 2 വിഷയങ്ങളാണ് തിരുവെഴുത്തുകളും ദൈവശക്തിയും തിരിച്ചറിയുകയും അനുഭവിച്ചറിയുകയും ചെയ്യുവാനുള്ള കൃപ
പകരണമേ എന്നുള്ളത്. തിരുവെഴുത്തുകളെ തിരിച്ചറിയാതെ പോയാൽ നാം തെറ്റിപ്പോകുവാൻ ഇടയുണ്ട്. തന്നെയുമല്ല, പിന്മാറിപ്പോവുകയും ചെയ്യും. തിരുവെഴുത്തുകൾ തിരിച്ചറിഞ്ഞ് തങ്ങളുടെ ജീവിതത്തിൽ മുന്നേറേണ്ടവർ അതിന് താല്പര്യമില്ലാതെ കഴിയുമ്പോൾ കർത്താവ് അവരെ ശാസിക്കാറുണ്ട്. തിരുവെഴുത്തുകൾ തിരിച്ചറിഞ്ഞ് അത് ഏറ്റെടുത്ത് അനുസരിക്കുന്നവർ ബുദ്ധിമാന്മാരാണെന്ന് കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്തു. പ്രിയരെ, നാം തിരുവെഴുത്തുകൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. നാം തിരുവെഴുത്തുകൾ നന്നായി ഗ്രഹിക്കുവാൻ കഴിയുന്നവരാകണം. തിരുവെഴുത്തുകളാണ് സത്യദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ക്രിസ്തുവിനോട് നാം സദൃശന്മാരാകുമെന്നാണ്. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. 1 യോഹന്നാന്റെ ലേഖനത്തിലെ വാക്യമാണ്. ഈ അറിവ് നമുക്ക് പകർന്നു തന്നതും എപ്രകാരം ആ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയുമെന്നതും അതിനുവേണ്ടി നമ്മെ പ്രാപ്തരാക്കുന്നതും ഒരുക്കുന്നതും തിരുവെഴുത്ത് നാം തിരിച്ചറിയുന്നതിനാലാണ് എന്ന് ഓരോ ദൈവമക്കളും തിരിച്ചറിയണം. അർത്ഥാൽ ഒരു പുനരുത്ഥാന ജീവിതം തിരുവെഴുത്ത് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതിനുവേണ്ടി നാം തിരുവെഴുത്തുകൾ നന്നായി ഗ്രഹിക്കുകയും ഏറ്റെടുത്ത് അനുസരിക്കുകയും വേണം. ആ പുനരുത്ഥാനം നാം എങ്ങനെ പ്രാപിക്കണമെന്ന് പഠിപ്പിക്കുന്നത് തിരുവെഴുത്തുകൾ നാം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഗ്രഹിക്കുമ്പോഴും അനുസരിക്കുമ്പോഴുമാണ്. അതുകൊണ്ട് തിരുവെഴുത്തുകൾ നന്നായി ഗ്രഹിക്കുകയും അത് ഏറ്റെടുത്ത് അനുസരിക്കുകയും വേണം. ദൈവശക്തിയെ നാം തിരിച്ചറിയാതെയും അനുഭവിക്കാതെയും പോയാൽ പുനരുത്ഥാന ശരീരം പ്രാപിക്കാൻ കഴിയാതെ പോകും എന്നതിനാൽ ഭൂമിയുടെ പരപ്പിലെ ജീവിത നാളുകളിൽ നാം ദൈവശക്തിയെ പ്രാപിച്ചവരായി ജീവിക്കുകയും വേണം. നമ്മുടെ ശരീരത്തിന് രൂപാന്തരം വരുത്തുന്നത് ദൈവശക്തിയാണ്. അതുകൊണ്ട് ഒരു ദൈവപൈതൃക ജീവിതത്തിൽ തിരുവെഴുത്തിനും ദൈവശക്തിക്കും വളരെ വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രിയ, തിരുവെഴുത്തുകളെ നാം തിരിച്ചറിയേണ്ടതിന് ആവശ്യം കർത്താവ് നമ്മുടെ ബുദ്ധിയെ തുറക്കുകയാണ്. അതിന് നാം ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ക്ഷണിക്കണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നാം അനുവദിക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ അനന്തരം പരിഭ്രമത്തിലും ഭയത്തിലും കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. തങ്ങളുടെ ഗുരുവാണിത്, അവൻ മരിച്ചവരുടെ നടുവിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ പുനരുത്ഥാനം ചെയ്തിരിക്കുന്നു എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, കാണുന്ന കാഴ്ചയിൽ അവർ സന്തോഷത്താൽ അതിശയിച്ചു നിൽക്കുമ്പോൾ, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അവർക്ക് തെളിയിച്ചു കൊടുക്കുകയാണ് കർത്താവ്. തുടർന്ന് ഉള്ളം കലങ്ങിയിരിക്കുന്ന അവരോട് തിരുവെഴുത്തിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് കർത്താവ് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24 നമ്മൾ വായിക്കുന്നത്, പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു എന്ന് നാം പുസ്തകത്തിൽ വായിക്കുന്നു. തൻ്റെ ശിഷ്യഗണങ്ങൾ തിരുവെഴുത്തുകൾ തിരിച്ചറിയണമെന്ന് യേശു കർത്താവ് ആഗ്രഹിച്ചു. നമ്മെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇതുവരെ സംഭവിച്ചതുമായ സകല കാര്യങ്ങളും പുതിയ പഴയ നിയമ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് വന്ന നിവൃത്തിയാണ് എന്ന് ഓരോ വിശ്വാസികളും തിരുവചന കേൾവിയാൽ തിരിച്ചറിയുന്നവരായി തീരണം. പ്രിയരെ, ഇനിയും നാം തിരിച്ചറിയേണ്ട തിരുവചന സത്യങ്ങൾ നിരവധിയുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ബുദ്ധിയെ ദൈവം തുറന്നു തരയണം. അപ്പോഴേ നാം ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കുകയുള്ളൂ.
എൻ്റെ ബുദ്ധിയെ ഒന്ന് തുറന്നു തരണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുവാൻ, തിരുവെഴുത്ത് തിരിച്ചറിയേണ്ടതിനു വേണ്ടി എൻ്റെ ബുദ്ധിയെ തുറന്നു തരണമേ കർത്താവേ എന്ന് ഓരോ ദിവസവും ഓരോ പ്രഭാതങ്ങളിലും പ്രാർത്ഥിക്കുവാൻ ഓരോ വിശ്വാസികൾക്കും താല്പര്യമുണ്ടാകണം. പ്രിയരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു വിശ്വാസി ദൈവവചന സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ഇടയാകുമ്പോഴാണ് അവൻ ബുദ്ധിയുള്ളവനാകുന്നത്. ലോക തത്വങ്ങളോ ശാസ്ത്ര തത്വങ്ങളോ അറിയുന്നവനല്ല ബുദ്ധിമാന്മാർ. തിരുവചന സത്യങ്ങൾ ഗ്രഹിക്കുന്നവനാണ്, ദൈവത്തെ അനുസരിക്കുന്നവനാണ്, ദൈവമുഖം അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാന്മാർ. ദൈവമാണ് തൻ്റെ മക്കളുടെ ഹൃദയാന്തർഭാഗത്തേക്ക് ദൈവവചന സത്യങ്ങൾ പ്രകാശിപ്പിച്ച് നൽകുന്നത്. അപ്പോഴാണ് അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനിടയാകുന്നത്. അതിന് ബുദ്ധി തുറക്കുന്നവൻ്റെ പാദപിടുത്തങ്ങളിലേക്ക് നാം അടുത്തു ചെല്ലേണ്ടതും ആവശ്യമാണ് എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. നമ്മുടെ ഭയവും ഭീരുത്വവും അജ്ഞതയും അഹംഭാവവും ഒക്കെ അവയെല്ലാം നമുക്ക് മാറ്റിത്തരുന്നത് പ്രിയരെ വചന കേൾവിയും കേട്ട വചനം ധ്യാനിക്കുന്നതിനാലും ആ ധ്യാനിച്ച വചനത്തിൻ്റെ ശക്തിയെ ഏറ്റെടുത്ത് ഉൾക്കൊള്ളുന്നതിനാലുമാണ് എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്രകാരം മാത്രമേ വിജയകരമായ പ്രത്യാശ നിറഞ്ഞതുമായ ഒരു വിശ്വാസ ജീവിതം, ഒരു വിശുദ്ധ ജീവിതം, ഒരു വേർപെട്ട ആരാധന ജീവിതം, ഒരു അനുസരണമുള്ള ജീവിതം നമുക്ക് നയിക്കുവാനാകുകയുള്ളൂ. കൂടപ്പിറപ്പുകളെ, തിരുവചന സത്യങ്ങളെ തിരിച്ചറിയുവാനും അനുസരിക്കുവാനും ആഗ്രഹിക്കുക, ശ്രമിക്കുക. ദൈവത്താൽ ബുദ്ധി തുറന്നു കിട്ടിയവരായി ജീവിക്കുകയും ആ മഹത്വമുള്ള വാഗ്ദത്തത്തിന് അവകാശിയായി നമ്മുടെ വിശ്വാസയാത്ര അനുഗ്രഹമായി മുൻപോട്ട് തുടരുകയും ചെയ്യുക. അതിനായിട്ട് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. അതിനായിട്ട് കർത്താവ് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചന ശ്രദ്ധയോടെ കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ അടിയങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ഈ നല്ല അനുഭവത്തിനായി, ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബുദ്ധി തുറന്നാൽ തിരുവചന സത്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ ഉപദേശിക്കുന്നതിനാൽ കർത്താവ് ഞങ്ങളുടെ ബുദ്ധിയെ ഒന്ന് തുറന്നു തരണമേ. വചന സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ, അത് ഏറ്റെടുത്ത് അനുസരിക്കുവാൻ കർത്താവെ, ആ സത്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ദൈവവചനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും അത് ജീവിതത്തിൽ പ്രാപിക്കുവാൻ തിരുവചന സത്യങ്ങൾ ഞങ്ങളെ ഗ്രഹിപ്പിക്കണം. ഇന്ന് പകൽ അപ്രകാരം ജീവിക്കുവാൻ താല്പര്യപ്പെടുന്ന, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയവ ചെയ്യണം. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. നോക്കുന്നവരാരും ലജ്ജിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ നാളുകൾ നാം ലജ്ജിക്കപ്പെടാൻ സമ്മതിക്കാത്തത് കൊണ്ട് ഇന്ന് രാവിലെ പ്രാഗൽഭ്യത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ, അവനാലുള്ള രക്ഷ ഏറ്റെടുത്തവരായി അപ്പന്റെ മുഖത്തേക്ക് നോക്കുന്ന മക്കളായി നമ്മുടെ കണ്ണുകളെ അവന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കാം. ഉയർച്ച. അതെ, അതിവിശുദ്ധനായ പരിശുദ്ധനായ ദൈവം, കിരൂബുകൾ മേൽ വസിക്കുന്നവനായ ദൈവം, താഴ്മയോടെ നമ്മളെ തന്നെ യാഗമായി അർപ്പിക്കുമ്പോൾ അവൻ നമ്മുടെ യാഗത്തിൽ പ്രസാദിക്കുന്നവനായ നല്ല കർത്താവിനെ ഈ രാവിലെ സഭയെ സന്തോഷത്തോടെ പാടാൻ, മഹത്വപ്പെടുത്തുവാൻ ഓരോ അധരങ്ങൾക്കും പരിശുദ്ധാത്മാവിന്റെ കൃപ ഇപ്പോൾ അവന്റെ അധരങ്ങൾ യഹോവ
അവൻ കൂടെ ഇരിക്കുന്നവൻ, അവൻ സൗഖ്യമാക്കുന്നവരാ. അവൻ നമ്മുടെ കൂടെ ഇരുന്ന് സൗഖ്യമാക്കുന്ന ദൈവം, ദേശത്തിന് സൗഖ്യം വരുത്തുന്ന ദൈവം, രോഗിക്ക് സൗഖ്യം വരുത്തുന്നവനായ ദൈവം, ആവശ്യക്കാർക്ക് സമാധാനം പകരുന്നവനായ ദൈവം. അവൻ സമാധാനദായകനാകയാ, അവൻ സൗഖ്യദായകനാകയാ, അവൻ വീണ്ടെടുപ്പുകാരനാകയാ. അവന്റെ മുഖത്തേക്ക് നോക്കി ഈ പ്രഭാതത്തിൽ നന്ദി അർപ്പിക്കാൻ ആർക്കൊക്കെ കഴിയുന്നു